വലിയ വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുള്ളൊരു സംശയം, ഇതിൻ്റെ അകത്ത് ആരെങ്കിലും തൊറ്റുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് വ്യക്തതയില്ല. കാരണം അതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന്, പോലീസും RPF-ഉം ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നീക്കി ഒരു പരിശോധന നടത്തിയിട്ട് വേണം അടുത്ത നിലപാടിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതൊരു ശരിയാണ്. കാരണം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് നോക്കിയിട്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഉള്ളിൽ കൃത്യമായിട്ട് പരിശോധിച്ച് അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് സാധിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു, DGP വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, RPF-ൻ്റെ ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു സംയുക്തമായ പരിശോധനയിലൂടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ വേറെ ഇപ്പോൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മറ്റു കാര്യങ്ങൾ നീക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.